ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കെങ്ങനെ 0 വാച്ച് അവേഴ്സിൽ നിന്ന് 4000 വാച്ച് അവേഴ്സിലേക്ക് എത്താം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിന് നമുക്ക് എത്ര വ്യൂസ് വേണ്ടി വരും ആ 4000 വാച്ച് അവേഴ്സ് അച്ചീവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ച് അവേഴ്സ് ലോങ് വീഡിയോസിന്. അതേപോലെ അടുത്ത ക്രൈറ്റീരിയ ഇതേപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് 10M ഷോർട്സിൻ്റെ വ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് യൂട്യൂബ് മോണിറ്റൈസ് ചെയ്തെടുക്കാം. പക്ഷേ പുതിയതായിട്ട് വരുന്ന ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ 4000 വാച്ച് അവേഴ്സ് അച്ചീവ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വലിയ ക്രൈറ്റീരിയ ആയിട്ടാണ് എല്ലാവരും കാണുക. പക്ഷെ അത് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത്ര വലിയ കടമ്പയല്ല, നമുക്കത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് നമ്മൾ ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നത് ഈ ഷോർട്സിലേക്കൂടെ നമുക്ക് മോണിറ്റൈസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ലോങ് വീഡിയോ വഴി മോണിറ്റൈസ് ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ, എന്ന് വെച്ചാൽ ഷോർട്സ് നമുക്ക് ആ 10M എത്തണമെങ്കിൽ ആ ഷോർട്സ് അത്രയും വൈറലാവണം, അതിന് 90 ഡേയ്സേ ഉള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ഇയർ കൊണ്ട് 4000 വാച്ച് അവേഴ്സ് അച്ചീവ് ചെയ്താൽ മതി. പക്ഷെ അത് 1 ഇയർ തന്നെ വേണമെന്ന് നമുക്കില്ല, അതിന് മുമ്പ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കുറച്ച് ടിപ്സ് കാര്യങ്ങളും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി അതെങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ളത്. നിങ്ങൾ എന്ത് കണ്ടൻറ്റാണോ അപ്ലോഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ചുള്ള ഡെയിലി വ്ളോഗുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ വ്ളോഗ്, ഫുഡ് വ്ളോഗ് അങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി വേഗം നിങ്ങൾക്ക് ചാനൽ റീച്ച് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ആ ഫോർമുല പറയാം, അതെങ്ങനെയാണ് വരുന്നതെന്ന് പറയാം. ഇപ്പോൾ അത് 4000 ഹവേഴ്സാണ്. 4000 ഹവേഴ്സ് നമ്മൾ മിനിറ്റിലേക്ക് ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 240,000 മിനിറ്റ്സ് ആണ്. ഈ 240,000 മിനിറ്റ്സ് ഓഡിയൻസ് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കപ്പം മോണിറ്റൈസേഷൻ ആവുമെന്നാണ് പറയുന്നത്. ഈ 240,000 അച്ചീവ് ചെയ്യാൻ അത്ര പാടാണോ? അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു 10 മിനിറ്റുള്ള ഒരു വീഡിയോ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, ആ വീഡിയോ നിങ്ങളുടെ ഓഡിയൻസ് 2 മിനിറ്റ് കാണുകയാണെങ്കിൽ 120,000 വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ 10 മിനിറ്റുള്ള വീഡിയോ 5 മിനിറ്റ് ആരെങ്കിലും കാണുകയാണെങ്കിൽ 48,000 വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4000 അവേഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി ആ 10 മിനിറ്റുള്ള വീഡിയോ 10 മിനിറ്റും ആൾക്കാർ കാണുകയാണെങ്കിൽ 24,000 വ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. 1000 ഫോളോവേഴ്സും കൂടി വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 24,000 അല്ലെങ്കിൽ ഈ 48,000 എന്ന് പറയുന്നത് വലിയ കടമ്പയാണോ? ഇപ്പോൾ ഒരു വീഡിയോന് നിങ്ങൾക്ക് ഒരു 1000 വ്യൂസ് കിട്ടി, ഒരു വീഡിയോ അത് 10 മിനിറ്റുള്ള വീഡിയോ 5 മിനിറ്റ് ആൾക്കാർ കാണുന്നുണ്ട്, 1000 വ്യൂസ് ഉണ്ടെങ്കിൽ ഒരു 48 വീഡിയോസ് ഇടാണെങ്കിൽ തന്നെ 48,000 നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ലേ? പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് ടിപ്സും കൂടി ഇതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ടോപ്പിക്ക് ചൂസ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തുള്ള വീഡിയോ നല്ല ക്ലാരിറ്റിയോടുകൂടി എടുക്കാൻ ശ്രമിക്കുക. കുറേ ആപ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്, നന്നായിട്ട് തന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതേപോലെ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല തംബ്നെയിൽസും ആഡ് ചെയ്യാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീഡിയോ പെട്ടെന്ന് റീച്ചാകും. പിന്നെ ഷോർട്സ് ഇടാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കയറും. ഷോർട്സും നിങ്ങൾ ഇടണം, പക്ഷേ ലോങ് വീഡിയോസും അതേപോലെ തന്നെ ഇടണം. കാരണം ലോങ് വീഡിയോസ് ഇട്ട് ചവറ് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് യൂട്യൂബ് മോണിറ്റൈസ് ചെയ്തെടുക്കാം. മെയിനായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല, സ്റ്റിൽ ഞാനതിൽ വർക്ക് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇതിൻ്റെ കുറേ ടിപ്സും ഇതൊക്കെ ഞാനും നോക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക ഉപകാരപ്പെട്ടെങ്കിൽ. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.